അകമ്പടിയോടുകൂടി തന്നെ വലിയ ആഘോഷമായി തന്നെയാണ് പത്മജ വേണുഗോപാൽ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ശുഭപ്രതീക്ഷയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പത്മജ പറഞ്ഞിരുന്നു. നമുക്ക് കൂടുതൽ ചോദിക്കേണ്ടതുണ്ട്. ചേച്ചി, എന്തൊക്കെയാണ് പുതിയ ശുഭപ്രതീക്ഷകൾ? എന്താണ്, എങ്ങനെയാണ് പുതിയ ഈ ഒരു പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു, ഇപ്പൊ എങ്ങനെ നോക്കിക്കാണും? വളരെ നല്ല രീതിയിൽ. കാരണം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല വന്ന വർഷം. ഭയങ്കര ജനങ്ങൾ അങ്ങനെ ഒഴുകിയെത്തുകയാണ് ഇവിടേക്ക്. എന്തൊക്കെയാണ് ഇപ്പൊ വലിയൊരു ആഘോഷമാണ്, ആളുകളൊക്കെ കൂടി തുടങ്ങി, വലിയൊരു ജനപിന്തുണ ഉണ്ടാവുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഈ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ എത്തുമ്പോൾ, കോൺഗ്രസിൽ നിന്നും ആദ്യമായിട്ട് ബി ജെ പിയിലെത്തി മത്സരിക്കുമ്പോൾ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? നല്ല പ്രതീക്ഷയാണ്, നല്ല ആത്മവിശ്വാസമാണ്, ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി കുറെ പേര് ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രധാന നേതാക്കളൊക്കെ മറ്റു പാർട്ടിയിൽ നിന്നും. അതിനൊക്കെ എങ്ങനെ കാണുന്നത്? എല്ലാ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ വന്നു തുടങ്ങിയല്ലോ, അത് മുഴുവൻ കഴിയട്ടെ, അപ്പൊ കാണാം. തൃശ്ശൂരിൽ വലിയൊരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടോ? തൃശ്ശൂരിൽ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടോ? ആർക്കാ? പിന്നെ ത്രികോണ മത്സരം എന്ന് പറയാനൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ബി ജെ പി വളരെ മുമ്പിലാണ് അക്കാര്യത്തിൽ. ഇനി രണ്ടാമത് ആരാണ് മൂന്നാമത് ആരാണെന്നൊക്കെ അങ്ങ് നോക്കിയാൽ മതി. ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ? വളരെ സ്നേഹമാണ് അവർക്ക്. ഞാൻ പറയില്ല ബി ജെ പി എന്നൊന്നുമില്ല, അവർക്ക് അവരെ പത്മേച്ചി. അത് തന്നെയാണ് വലിയ ആ ഒരു പ്രതീക്ഷ, ആ ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഈ ഒരു സ്വരാജ് റൗണ്ടിലൂടെ കടന്നു വരുന്നത്. പത്മജ വേണുഗോപാൽ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ജനപിന്തുണ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉടനീളം. അതുപോലെ തന്നെ വലിയ ശുഭപ്രതീക്ഷയാണ്. കോൺഗ്രസ് വിട്ട ബി ജെ പിയിലേക്ക് വരുമ്പോൾ ബി ജെ പിക്കാർ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രവർത്തകർ കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം അത് കൃത്യമായിരിക്കും. മാത്രമല്ല, ആ ഒരു ശുഭപ്രതീക്ഷയോടെ തന്നെ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ പറയുന്നത്. വലിയ രീതിയിലുള്ള ജനത്തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. പ്രവർത്തകരെല്ലാം ഉണ്ട്. വാഹനത്തിൽ ഈ ഒരു സ്വരാജ് റൗണ്ട് വലം വെച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ മുന്നോട്ട് പോവുകയാണ്. പുതിയ ബി ജെ പി ഓഫീസിന്റെ അവിടെയാണ് അവസാനിക്കുക. പഴയ നടക്കാവിൽ നിന്നും ആരംഭിച്ച ഈ ഒരു വാഹന ഘോഷയാത്ര, ഈ താളമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള വാഹന ഘോഷയാത്ര കോർപ്പറേഷന് മുന്നിലെത്തി അവസാനിക്കും. ആ വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ് ഈ ഒരു നിമിഷവും പറയാനുള്ളത്. എന്തായാലും പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ്. ജനപിന്തുണ ഉണ്ടാകും. ജനങ്ങളുടെ മനസ്സ്, തൃശ്ശൂരിന്റെ ജനമനസ്സ് മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തോടൊപ്പം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ പറയുന്നത്.